കാലടി സർവകലാശാല വൈസ് ചാൻസലറുടെ പ്രതീകാത്മക ശവമടക്ക് SFIക്കാർ നടത്തി എന്ന ആരോപണം കൊഴുക്കുന്നു. എന്നാൽ അത് നടത്തിയത് തെരുവ് നാടകം മാത്രമാണ്, അതല്ല എന്ന് ഒരു പ്രത്യാരോപണവും വരുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഇന്നലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മലെ SFIക്കാർ മഹാബലി വേഷം അണിഞ്ഞു വന്ന് പ്രതീകാത്മകമായിട്ട് കുന്നുമ്മലിനെ ചവിട്ടി താഴ്ത്തിയിരിക്കുക. രസകരമായ കാര്യം, സാധാരണ നമ്മൾ കേട്ടുള്ള എന്താണ്, മഹാബലിയെ വാമനൻ ചവിട്ടി താഴ്ത്തിയെന്നാണ്. അതെ, ഇവിടെ നേരെ തിരിച്ച് സംഭവിച്ചു. അല്ല, അവിടെ വില്ലൻ വാമനനും നായകൻ മഹാബലിയാണല്ലോ. അപ്പോൾ ഇവിടെ മോഹനൻ കുന്നുമ്മലിനെ മഹാബലിയാക്കിയാൽ ഇവരുടെ പരിപാടി പാടും. ഞങ്ങൾ വാമനനും ആയി കഴിയുമ്പം സംഗതി ഐഡിയ തിരിയും. അപ്പോൾ ആരോ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആരോ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവർ മഹാബലി വന്ന് ചവിട്ടി താഴ്ത്തുന്നതായിട്ട് പുതിയ കാര്യം. നമ്മുടെ പുരാണങ്ങളെ ഇതിഹാസങ്ങളെയൊക്കെ തന്നെ തിരുത്തി കുറിക്കാനുള്ള നീക്കത്തിലാണ് SFI. MD വാസുദേവൻ നായർ രണ്ടാം മൂഴം എഴുതുകയും വടക്കൻ വീരഗാഥ എഴുതുകയൊക്കെ ചെയ്ത പോലെ നമ്മുടെ യുവാക്കൾക്ക് തോന്നുകയാണ് മഹാബലി അക്രമം നേരിടാൻ ഇറങ്ങുന്നു. അദ്ദേഹം കള്ളവുമില്ല ചതിവുമില്ലാത്ത കാലം അദ്ദേഹം അക്രമം നേരിടാൻ ഇറങ്ങുന്നു. ആ അക്രമം നേരിടാൻ ഇറങ്ങിയിട്ട് അദ്ദേഹം ഇവരെ ഓരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഒരു പക്ഷേ. ഏതായാലും ഡോക്ടർ സിസാർ തോമസിൻ്റെ അടുത്താണെങ്കിലും ഡോക്ടർ മോഹൻ സി കുന്നമ്മലിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ തന്നെ ഇവരുടെ ഒരു കളി നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലേ, ഇവരെ കാലടിയിലെ വിഷയത്തിൽ ഇവരൊരു പുതിയ ന്യായീകരണം വന്നിട്ടുണ്ട്. അത് എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവിടെ 2018 തൊട്ട് വിളക്കുകൾ പ്രകാശിക്കുന്നതുകൊണ്ട് ലൈറ്റേ മരിച്ചേ എന്ന് പറഞ്ഞൊരു നാടകമാണ് അവർ നടത്തിയതെന്നാണ് പറയുന്നത്. എന്ന് അതിപ്പോൾ ഈ വിശദീകരണം വന്നിട്ട് രണ്ടു ദിവസത്തിന് ശേഷമാണ് വിശദീകരണം പറഞ്ഞത്. അന്ന് തന്നെ വിശദീകരണം നൽകേണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ കത്താത്ത ലൈറ്റുകൾ പൊതിഞ്ഞു കെട്ടി, അത് പായ്ക്കകത്ത് കെട്ടി, അങ്ങനെ ഇവരൊരു നാടകം ഉണ്ട്, എന്താ നുണച്ചിയെന്നോ അങ്ങാണ്ട് പറഞ്ഞൊരു നാടകം ഇവർക്കുണ്ട്. അവർ ദേശീയ തലത്തിൽ എവിടെയോ പോയി സമ്മാനം കിട്ടിയ തെരുവ് നാടകമാണ്. ആ നാടകമാണ് അവരവിടെ അവതരിപ്പിച്ചതെന്നും ആ നാടകത്തിലെ സീൻ ഇതിനായി തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അല്ല, ഇത് SFIക്കാരല്ലേ, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിലേക്ക് ഇത്ര ആതപ്പതിച്ചു. ഒരു കാലത്ത് വിദ്യാർത്ഥികളുടെ എല്ലാ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം മുഖത്തുണ്ടായിരുന്ന ഈ പ്രസ്ഥാനം ഇന്ന് ഇപ്പം നേതാക്കന്മാർ പെട്ടിയെടുപ്പുകാരന്മാരും അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ എന്താണ് വാഴക്കൊല PhD എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിൻ്റെ സർവകലാശാലയിൽ ജോലി കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമായത് കുറേ പേര് മാറ്റി അവനവൻ്റെ വയറ്റിപ്പഴപ്പിനായിട്ട് ഇത് മാറ്റി സംഭവിച്ചപ്പോൾ ഒരു ദുരന്തമാണിത്. ഏതായാലും ഈ സംഭവം നടന്ന എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുക്കുകയും ഇതിൻ്റെ പേരിൽ ഒരുപാട് കേസൊക്കെ ആയതിനു ശേഷമാണ് ഇപ്പോൾ ഈ നാടകമാണെന്ന് പറഞ്ഞു വരുന്നത്. ഇത് തന്നെയല്ല ഒരു നാടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, എന്തെങ്കിലും ആയിട്ട് പോലീസ് അന്വേഷണത്തിന് ഉത്തരവുണ്ടല്ലോ, അറസ്റ്റ് ചെയ്തല്ലോ, കേസെടുത്തല്ലേ. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, പിന്നെ കേരള സർവകലാശാലയുടെ LLB പരീക്ഷയിൽ മൂല്യനിർണ്ണയത്തിൽ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവിടെ വലിയ ക്രമക്കേടുകൾ നടന്ന ഒരു സ്ഥലമുണ്ട്. മൂല്യനിർണ്ണയത്തിൽ മാത്രമല്ല, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലും തിരികെ കയറ്റുന്നതും എല്ലാം PSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അതെ, ഇന്ന് വരെ ഈ കുട്ടി സഖാക്കൾ ഒരു കുഞ്ഞു വിരൽ അനക്കിയിട്ടില്ല. കുറേ പേര് തെരുവിലിരുന്ന് മണ്ണ് വാരി തിന്നുന്നുണ്ട്. ഇപ്പം അവിടെ ചെന്ന് ഒരു നാണവും ഇല്ലാതെ ഈ റഹീമിനെ പോലുള്ളവന്മാർ അവിടെ നിന്നുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് ലൈവ് ഇടുകയാണ്. ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുക? കുറേ എണ്ണം ഉണ്ടായിരുന്നല്ലോ, കുറേ എണ്ണം പോയിരുന്നല്ലോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പിണറായി സർക്കാരിൻ്റെ കാലത്ത്. ആ പാവം സമരം ചെയ്ത ആശാ വർക്കർമാരെ പെരുമഴയത്ത് രാത്രി അവർ ആ ടാർപ്പാളിൻ കൊണ്ട് മൂടി നിന്ന് അതിനെ വലിച്ചിളക്കി ഇവരെല്ലാം മഴയത്ത് നിർത്തിയ വിദ്വാന്മാരാണ്, തല്ലി ഓടിച്ചവരാണ്. എന്നിട്ടാണ് അവരിപ്പോൾ കുന്നുമ്മലിനെ ചവിട്ടി താഴ്ത്താൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പരീക്ഷാ ക്രമക്കേട് പറയുന്നത്, പരീക്ഷാ ക്രമക്കേട് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകും. എന്താണെന്നറിയാമോ, അതായത് ഒരു സ്വകാര്യ ലോ കോളേജിലെ 1 തൊട്ട് 14 വരെയുള്ള റാങ്ക് ഒരു സ്വകാര്യ ലോ കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് കിട്ടി. ഈ ലോ കോളേജിനെതിരെ ഒരുപാട് പരാതികൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് വേണ്ടപ്പെട്ട കോളേജാണ് CPM മാത്രമല്ല, എല്ലാവർക്കും വേണ്ടപ്പെട്ടാകുമല്ലോ. അതെ, സ്വകാര്യ ലോ കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും വേണ്ടപ്പെട്ട കാര്യം. നേതാക്കന്മാർക്കെല്ലാം പഠിക്കാൻ പോകണമല്ലോ, അറ്റൻഡൻസ് കോളേജിൽ പോയില്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടണം, പരീക്ഷ എഴുതി പാസ്സാവണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തോ ഒരു അഭിപ്രായ ഭിന്നത വന്നു കാണുമായിരിക്കും. അതെ, ഞാൻ എന്തായാലും ഇതിൻ്റെ ഡയറക്ടറായിട്ട് സംസാരിച്ചു. എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾ പോയി പരീക്ഷ എഴുതി അവർക്ക് മാർക്ക് കിട്ടി, അതിൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അവർ പോയി പരീക്ഷ എഴുതിയല്ലേ, അവർ മാർക്ക് കിട്ടി. ഇപ്പം അല്ല, അന്വേഷിച്ചോട്ടെ അവരെന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എന്തായാലും സംശയം ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ എന്നൊരു നിലപാടിലാണ്. പക്ഷേ ഇത്തരം സമരത്തിന് ഇവർ ഇറങ്ങുന്ന സമയത്ത് ഇവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം ഇതിനു മുമ്പ് ചെയ്യാൻ പോയ മറന്നുപോയ സമരങ്ങൾക്കെല്ലാം മാപ്പ് പറഞ്ഞുകൊണ്ട് ആ സമരങ്ങളൊന്ന് പുനരുജ്ജീവിപ്പിക്കണം. PSC സമരം തന്നെ പുനരുജ്ജീവിപ്പിക്കണം. അത് SFIക്കാർ മാത്രമല്ല, അവരുടെ കൂടെ DYFIക്കാരോട് ഇറങ്ങി ഈ കള്ളന്മാരെ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മൂത്ത കള്ളന്മാരെ പിണറായി വിജയൻ നിയമിച്ചിരിക്കുകയാണ് അകത്തെല്ലാം, അല്ലേ? മൂത്ത കള്ളന്മാരെ ഒത്തിരി. പിന്നെ
ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഗവൺമെന്റ് ജോലിക്ക് കയറിയിട്ടുള്ള മിക്ക റാങ്ക് ലിസ്റ്റുകളും പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ നേതാക്കന്മാരെ വീടുകളിലുള്ള എത്രയൊക്കെ ജോലി എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അവരുടെ പണിയില്ലാതെ തിരിച്ച് വീട്ടിൽ നിന്നിരിക്കണ്ടേ? അതെ, പല ആൾക്കാരുടെയും റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കണം, പല പരീക്ഷകളുടെയും, അതായത് തന്ത്രപ്രധാനമായിട്ടുള്ള പരീക്ഷകളുടെ. തന്ത്രപ്രധാനമൊന്നുമില്ല, ഏതൊക്കെ കോൺസ്റ്റബിളിന്റെ പരീക്ഷ പോലും ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് വീട്ടിൽ കൊണ്ടുവച്ചിരുന്ന ആളുകളാണ്. അതെ, എന്നിട്ടാണ് യാതൊരു നാണവും മാനവും ഇല്ലാതെ അവന്മാർ സമരത്തിന് ഇറങ്ങിയിട്ട് മോഹനം കുന്നും. ഇവരുടെ പ്രശ്നം എന്താണ്? മോഹനം കുന്നുമ്മൽ സംഖ്യയാണ്. ഇപ്പൊ ഇന്നലെ ഏതോ ഒരു ഐഷി ഘോഷ് ഡൽഹി പോലീസിനെ കണ്ട് പേടിച്ച് വിറച്ച് സെന്ററിൽ ചാടി കയറി പമ്മി ഇരുന്ന ടീമാണ് ഇവിടെ വന്ന് നിന്ന് വെല്ലുവിളിക്കുക. അവിടെ കളിയൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന്. എന്താണ് അവിടുത്തെ കളിയൊന്നും കുന്നുമ്മലിന്റെ കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ദേശീയ ജനറൽ സെക്രട്ടറി പോലീസ് ഡൽഹി പോലീസ് പിടിച്ചിട്ട് 58 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് വീട്ടിൽ പാടാന്ന് പറഞ്ഞാൽ എതിർക്കാൻ പോലും കഴിയാത്തവരാണ് ഇവിടെ വരുന്നത്. അതെ, ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ഇത് കൂടി, എന്താണ് ഗ്രാവിറ്റി കൂടി. കാരണം ഞങ്ങൾ SFIക്കാരുടെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്, CPM സ്ട്രോങ് ആണ്, DYFI സ്ട്രോങ് ആണ്. അതുകൊണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമരത്തിന് നമ്മൾ ഒരിക്കലും തെറ്റും. നിങ്ങൾക്ക് മോഹനൻ കുന്നുമ്മലിനെ ചവിട്ടി താഴ്ത്താനുള്ള അധികാരമുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് ചവിട്ടി താഴ്ത്തേണ്ട ഒരാളുണ്ടായിരുന്നു, പിണറായി വിജയൻ. കാരണം അയാളുടെ ഭരണകാലത്താണ് ഈ നാട്ടിൽ അനധികൃത നിയമനം മുഴുവൻ നടന്നത്, പിൻവാതിൽ നിയമനം മുഴുവൻ നടന്നത്, PSC റാങ്ക് ലിസ്റ്റ് തിരുത്തിയത്, PSC ഓൺലൈൻ മാർക്കിങ്ങിൽ ക്രമക്കേട് നടത്തിയത്. എന്ത് വൃത്തികേടാണ്! സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം സ്വന്തം കുടുംബത്തിനും സ്വന്തം പാർട്ടിക്കാർക്കും അവർക്ക് വേണ്ടി PSC അംഗങ്ങളെ നിയമിച്ചതിൽ നടന്ന ക്രമക്കേട്, അതിന്റെ പേരിൽ നടന്ന കച്ചവടങ്ങൾ, ഇതെല്ലാം അന്വേഷിക്കാൻ പറഞ്ഞ് നിങ്ങളൊരു സമരത്തിന് ഇറങ്ങിയാൽ ഈ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കും. പക്ഷെ അതിന് നിങ്ങൾക്ക് തണ്ടലിന് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതാണ് കാരണം. നിങ്ങൾ ഈ UDF സർക്കാരിൻ്റെ കാലമാണ്, ഗവർണറാണ് സർവകലാശാലയുടെ അധിപൻ, ഗവർണറുടെ കീഴിലാണ് വൈസ് ചാൻസലർ വരുന്നത്. അവർ RSS അജണ്ട നടപ്പാക്കുന്നുണ്ടാവും. എന്താണ് അവർ RSS അജണ്ട? ഒന്ന് വന്ദേമാതരം പാടണം എന്നുള്ളതാണ് ഒരു RSS അജണ്ട. വന്ദേമാതരം പാടുന്നതുകൊണ്ട് ഈ നാട്ടിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു പാട്ട് പാടി അങ്ങ് പോകത്തേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഈ വന്ദേമാതരം കേട്ടുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളാകാൻ പോകുന്നില്ല, അല്ലെ ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ മുസ്ലിങ്ങളെ അടിച്ചോടിക്കാൻ പോകുന്നില്ല, ഇന്ത്യയുടെ മഹാരാജ്യത്ത് ഒരിടത്തും ചെയ്യാനും പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഈ പ്രഹസനം? ഇത്തരം പ്രഹസനമൊക്കെ കാണിച്ചിട്ടും 25 സീറ്റിലേക്ക് ഒതുങ്ങിയില്ലേ, 26 സീറ്റിലേക്ക് ഒതുങ്ങി. ഇനി ഈ പറഞ്ഞ ഈ അമ്മായിയപ്പനും മരുമോനും തൈക്കണ്ടിയും കൂടെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന 10 സീറ്റ് പോലും കിട്ടത്തുമില്ല. നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോഴേ ഇരവാദം ഉന്നയിച്ച് പുറകെ നടക്കുകയാണ്. അല്ല, ഇവിടെ ഈ വിപ്ലവം പ്രസംഗിക്കുന്ന ഈ വിദ്വാന്മാരൊക്കെ, ഈ ഐഷി ഘോഷിനൊക്കെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടിയാൽ പോവില്ലേ? പോവും, അങ്ങ് പോവും. ഇവിടുത്തെ നേതാക്കന്മാരെ മുഴുവൻ പേരും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം പഠിക്കുന്ന അമേരിക്കയിലാണ്. അതെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവരെല്ലാം പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് വലിയ വിപ്ലവ സംഭവങ്ങളായിരുന്ന പലരുടെയും മക്കള് വന്ന് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ ഇത്തരം മൾട്ടിനാഷണൽ അമേരിക്കയിലെ കമ്പനികളിലാണ്. അത് വെളിപ്പറയില്ലെന്നേ മാത്രമല്ല, നമ്മൾ തിരക്കി വയ്ക്കാൻ അറിയാം ഇവരെ മക്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നും പഠിക്കുന്നത് എന്നുള്ള കാര്യം. ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഇവരുടേത്. മാത്രമല്ല RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത്തിൻ്റെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു കൂടിക്കാഴ്ചയ്ക്ക്, ഒരു മീറ്റിങ്ങിന് വേണ്ടി നമ്മളെല്ലാം ക്ഷണിച്ചത്, ഞാനും പോയിരുന്നു. അവിടെ കാണുന്ന കാഴ്ച, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് വലിയ SFIയുടെ സിംഗങ്ങളായിരുന്ന പലരുമേ വലിയ പദവികളിരിക്കുന്നവരാണ്, കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ തന്നെ. ഇവരെല്ലാവരും വന്ന് അവിടെ ഓച്ചാനിച്ചിരിക്കുകയാണ് RSS നേതാക്കളെ മുമ്പേ. പണ്ട് വിപ്ലവം പറഞ്ഞിരുന്നവരാണ്. നമുക്ക് ആരും പേര് അടുത്ത് പറയുന്നില്ല. ഇത്രയും നാണം കെട്ട നിറയട്ടവന്മാരുണ്ടല്ലോ ഇതുവരെ കേരളത്തിൽ. ഈ പ്രാകൃത സമരങ്ങളല്ലാതെ പുതിയത് എന്തെങ്കിലും കൊണ്ടുവരിക. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് CJP പോലുള്ള സമരം കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോഴും 15ാം നൂറ്റാണ്ടിലെ സമരവുമായിട്ടാണ്. ഇത് ഓൾറെഡി നിങ്ങളുടെ പാർട്ടിയുടെയും നിങ്ങളുടെ നേതാക്കന്മാരുടെയും ശവസംസ്കാരം ഇവിടെ നടന്നു കഴിഞ്ഞു. പണ്ടൊരു കോളേജ് പ്രിൻസിപ്പൽ കസേര എടുത്ത് അവർ കത്തിച്ചതുപോലെ പ്രതീകാത്മക സംസ്കാരം. അവർക്കതൊക്കെ പറ്റും, ഞങ്ങൾക്കതൊക്കെ ആവും. ഞങ്ങൾ അങ്ങനത്തെ ഇൻസ്റ്റലേഷനാണ്. എന്താണെങ്കിലും SFIക്കാരുടെ ഈ സമരത്തിന് യാതൊരു വിലയും ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് സത്യം.